നമ്മുടെ എല്ലാ ഭഗവാന്മാരുടെ കയ്യിലും ആയുധമുണ്ട്. വരദ ഒരു കൈ, പക്ഷെ മറ്റേ കയ്യിൽ ആയുധമില്ലാത്ത ഏതെങ്കിലും ഭഗവന്മാരെ കാണിച്ചു തരാൻ പറ്റുമോ? അപ്പോൾ സമാധാനമല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മൾ പഠിപ്പിക്കുന്ന യുദ്ധം തന്നെയാണ്. എന്തിനു വേണ്ടിയാണ്? പക്ഷേ രാമന്റെ സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ടല്ല രാവണനെ കൊല്ലുന്നത്. അങ്ങനെ ഒരു രാജ്യത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുകയും എന്നിട്ട് അവിടെ രാജാവ് ആവുകയല്ല ചെയ്തത്. നമ്മൾ കൃഷ്ണന്റെ എന്താ ആയുധം? സുദർശനമാണ്. എന്താ സുദർശനം? ദർശനം എന്ന് പറഞ്ഞ ഫിലോസഫിയാണ്. സുദർശനം എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് ഫിലോസഫിയാണ്. അതായത് ഈ ഫിലോസഫി മനസ്സിലാവുന്നവരോട് ഈ ഫിലോസഫി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ദേവീ സങ്കല്പത്തില് കറക്റ്റാണ്. ദേവീ സങ്കല്പത്തില് കാളിയുണ്ട്. കാളി സ്വന്തം ഭർത്താവായ ശിവന്റെ നെഞ്ചത്ത് കാല് വെച്ച് നിന്നിട്ട് നൃത്തം ചെയ്തിട്ടുള്ള ആളാണ് ശിവൻ. കാളി സങ്കല്പത്തിലെ പ്രതിഷ്ഠ നോക്കിയാൽ തന്നെ കാണാം, പിക്ചർ നോക്കിയാൽ തന്നെ കാണാം. ശിവൻ കിടക്കുന്നുണ്ട്, കാല് അവിടെയാണ് കാല് അല്ലേ? താര, എല്ലാ ആയുധങ്ങളും ചുറ്റുമുള്ള ആളാണ്. സരസ്വതിയുണ്ട്. ഏറ്റവും ലൈറ്റായിട്ടുള്ള താമരയുടെ മുകളിലിരിക്കുന്ന ദേവിയും നമുക്കുണ്ട്. സ്വത്ത് മാത്രം കയ്യിൽ വെച്ചിരിക്കുന്ന ലക്ഷ്മിയുണ്ട്, നമുക്ക് മഹാലക്ഷ്മിയുണ്ട്. അതേപോലെ തന്നെ ചിന്നമസ്തയുണ്ട്. ഞാൻ എന്ന് പറയുമ്പോൾ കഴുത്ത് പൊക്കാത്ത ആരെങ്കിലും ഉണ്ടോ? സങ്കല്പം കൊണ്ട് എൻ്റെ കഴുത്ത് തന്നെ ഞാൻ വെട്ടി നിൽക്കുകയാണ്. ചിന്നമസ്ത എന്ന് പറഞ്ഞാൽ സ്വന്തം കഴുത്ത് വെട്ടിയിട്ടാണ് നിൽക്കുന്നത്. ബഹളാമുഖിയുണ്ട്, ചിന്നമസ്തയുണ്ട്. ബഹളാമുഖിയുടെ ഭാവം എന്താ? ബഹളാമുഖി എന്ന് പറയുന്നത് ബോട്ടിലേക്ക് കയറാൻ പോകുന്ന രാക്ഷസനെ ചവിട്ടി താഴ്ത്തുന്ന ദേവിയാണ്. ഓരോ 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 ആവശ്യങ്ങൾക്കും പവർ ഉപയോഗിക്കേണ്ടൊക്കെ പവർ. സ്വന്തം ഈഗോ തട്ടിക്കളയേണ്ട സമയത്ത് അത് തട്ടിക്കളയും. ഈ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ബഹളാമുഖിയുടെ ആരാധകരാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്. ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ പിന്നെ ആസാമിലുള്ള ദേവീ സങ്കല്പവും കേരളത്തിലുള്ള ദേവീ സങ്കല്പവും, കേരളത്തിൽ തന്നെ നനദുർഗ, വനദുർഗ, നനഞ്ഞിരിക്കുന്ന ദുർഗയും വനത്തിലിരിക്കുന്ന ദുർഗയുണ്ട്. 56 അക്ഷരങ്ങളുണ്ടെങ്കിൽ 56 അക്ഷരത്തിലും ഓരോ ദേവിയുടെ പേരുണ്ട്. ഇതെല്ലാം ഭാവാരാധനയുടെ ഭാഗമാണ്. നമ്മുടെ ഉള്ളിലുള്ള വ്യത്യസ്തമായ ഭാവങ്ങൾ